നമസ്കാരം. അങ്ങനെ 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഫലങ്ങൾ പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു വയ്ക്കാം, ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരങ്ങളൊന്നുമില്ലാതെ കൃത്യമായ വോട്ടുകൾ അല്ലെങ്കിൽ പോളിംഗ് കുറവായതിൻ്റെ ഒരു ഭൂരിപക്ഷ കുറവ് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, കെട്ടിയേൽപ്പിക്കുന്ന ചില അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന ചില തെരഞ്ഞെടുപ്പായി പോയി ഇത് എന്നുള്ള ഒരു ആക്ഷേപവും നിലനിൽക്കുന്നു. കാര്യം 7 മാസത്തിന് മുൻപാണ് എല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം പെട്ടെന്നുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പ്, അതിൽ തന്നെയുമല്ല ഇനി അധിക കാലമൊന്നും ഇപ്പം നിയമസഭയിലേക്കാണെങ്കിൽ അധിക കാലമൊന്നും ആർക്കും അനുവദിച്ചു നൽകാനില്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഏകദേശം 1.5 വർഷത്തിൽ താഴെ മാത്രമേ അതിൻ്റെ ആയുസ്സും വരുന്നുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോലെ ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ടാകാം ഒരുപക്ഷെ ജനങ്ങൾ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിനോട് ഒരു വൈമുഖ്യം കാട്ടി അങ്ങനെ പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലൊക്കെ 10 മടങ്ങ് കുറവാണ് ഇത്തവണ നേരിട്ടത് പല മേഖലകളിലും. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം അവർ പറഞ്ഞിരുന്ന 12 മുതൽ 15,000 വോട്ടുകളുടെ ലീഡായിരുന്നു UDF അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അവകാശപ്പെട്ടത്. ആ ഒരു ലീഡ് നിലയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും ചെയ്യുന്നു. ഇവിടെ പാലക്കാടിനെ പറ്റി പരിശോധിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ ഈ മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ച സമയം മുതൽ 2021 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ BJPക്ക് വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന A ക്ലാസ് മണ്ഡലമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. എന്നാൽ ഇത്തവണ BJP എന്നാൽ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. കാര്യം വേറൊന്നുമല്ല, ഒരു കഴിഞ്ഞ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ മെട്രോമാൻ ശ്രീധരൻ നഗരസഭയിൽ ഏകദേശം 6,000-ന് മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 6,238 വോട്ടുകളായിരുന്നു നഗരസഭയുടെ പരിധിയിൽ നിന്നുകൊണ്ട് പിടിച്ചെടുത്തത്. എന്നാൽ ഇത്തവണ ആ വോട്ടൊക്കെ നേരെ താഴേക്ക് വന്ന് ഏകദേശം 2000 വളരെ കുറഞ്ഞ രീതിയിൽ 2000-ഓളം അല്ലെങ്കിൽ 3000-ഓളം വരുന്ന വോട്ടുകൾ മാത്രമേ ആ ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് ശക്തമായ രീതിയിൽ ഒരു തിരിച്ചടി BJPക്ക് ആ മേഖലകളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും വരാൻ പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവിടെ BJP വിജയിച്ചില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് BJPയെ രണ്ടാമത്തെ ഈ ഘട്ടത്തിലേക്ക്, അല്ലെ രണ്ടാം തലത്തിലേക്ക് വീണ്ടും കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് ആലോചിക്കണം. ഇത്തവണ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു UDFന് വേണ്ടിയിട്ട്. ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് P സരിൻ എന്ന് പറയുന്ന ഒരാൾ UDFിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇടതുപക്ഷത്തിലേക്ക് ചേക്കേറിയ ഒരാൾ അവിടെ മത്സരിക്കുന്നു. തുടങ്ങിയ അനുകൂല ഘടകങ്ങൾ ഒരുപക്ഷെ BJPക്ക് ഇത്തവണ തുണയാകും എന്ന് തന്നെയായിരുന്നു ക്യാമ്പുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ അവിടെ കല്ലുകടിയായിരുന്നു, BJPയിൽ കല്ലുകടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം. അതായത് അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കല്ലുകടി നടക്കുന്നുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും തമ്മിലുണ്ടായിരുന്ന ആ പിടിവലികളും പ്രശ്നങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നു. സന്ദീപ് വാര്യർ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നേരെ ഇവിടേക്ക് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറുന്നു. ഇതൊക്കെ അവിടെ ഈ പറയുന്ന BJPയുടെ മാറ്റു കുറയ്ക്കാൻ ഇടയായ കുറേ സാഹചര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മുൻപ് മാത്രമാണ് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു തീരുമാനം UDFിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുന്ന ഇതായിട്ടുള്ള തീരുമാനം വന്നത്. അതോടുകൂടി തന്നെ സത്യത്തിൽ അവിടെ ശക്തമായ ഒരു തിരിച്ചടി BJPക്ക് നേരിട്ട് കഴിഞ്ഞു. സന്ദീപ് വാര്യർ പറയുന്ന പോലെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ C കൃഷ്ണകുമാർ, ഒരു വാർഡ് കൗൺസിലറുടെ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ C കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ C കൃഷ്ണകുമാർ, നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെയും സ്ഥാനാർത്ഥി BJPയുടെ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അധപതിച്ചു പോയി. തന്നെയുമല്ല, ഇവിടെ അതേ സന്ദീപ് വാര്യർ പറയുന്ന മറ്റൊരു കാര്യം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ K സുരേന്ദ്രനെ ചാണകവെള്ളം അടിച്ച് പുറത്താക്കി ശുദ്ധീകരിച്ചാൽ മാത്രമേ BJP ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു അഭിപ്രായം കൂടി സന്ദീപ് വാര്യർ ഉയർത്തുന്നുണ്ട്. അതായത് ഇതിൻ്റെ തോറ്റുപോയതിൻ്റെ അല്ലെ രണ്ടാം സ്ഥാനത്തേക്ക്, അതും വലിയ ഒരു നഷ്ടത്തോടുകൂടി വലിയൊരു മാർജിനിൽ തോറ്റുപോയതിന് ഏകദേശം 10-15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയതിൻ്റെ അല്ലെങ്കിൽ ആ കുറവോടുകൂടി തോറ്റുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ K സുരേന്ദ്രൻ തന്നെയാണ് എന്ന് അടിവരയിട്ട് പ്രസ്താവിക്കുകയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം സന്ദീപ് വാര്യർ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ തന്നെയാണ് സത്യത്തിൽ K സുരേന്ദ്രൻ ഇപ്പോൾ BJPയിലുള്ള സ്ഥാനം.
അതിനോടനുബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊടകര കുഴൽപ്പണ കേസ് കൃത്യസമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തിരൂർ സതീഷ് വഴി ഈ കാര്യം ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ബി ജെ പിയെ തകർക്കാനുള്ള അവസാന ആണിയടിക്കലായി അത് മാറുകയും ചെയ്തു. അതിനിടയിൽ ഷാഫി പറമ്പിലിന് കൊടുത്തു എന്ന് പറയുന്ന 4 കോടി രൂപയെക്കുറിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞുവെങ്കിലും കെ സുരേന്ദ്രൻ കുറ്റക്കാരനായതുകൊണ്ട് തന്നെ പലരും UDF പാളയത്തിലുള്ളവർ പോലും അല്ലെങ്കിൽ വോട്ട് ചെയ്യാനെത്ത ജനങ്ങൾ പോലും അത് വിശ്വസിച്ചില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ അവിടെ കോൺഗ്രസ് എടുത്ത ഒരു ശക്തമായ നിലപാട് അതിനെ തൽക്കാലം ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു ഘട്ടത്തിൽ പോലും ഈ 4 കോടി രൂപ എന്നുള്ള കാര്യം ചർച്ചയിൽ വന്നിട്ടില്ല. VD സതീശൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഷാഫി പറമ്പിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പം ഇവരെല്ലാം മനഃപൂർവ്വം തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളത് കോൺഗ്രസ് എടുത്ത ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമായി തന്നെ പരിഗണിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് ചർച്ചയായി അതിനപ്പുറത്ത് ചർച്ചകളിലേക്കൊക്കെ ആ കാര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എത്തിക്കുമായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിയ നഗരസഭയിലുണ്ടായ വീഴ്ച, അത് ശ്രീകൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വീഴ്ചയായി തന്നെയാണ് സന്ദീപ് വാര്യർ അടക്കമുള്ളവർ അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ വീണുപോയി. ആ വീഴ്ച ഒരു വലിയ ശക്തമായ ഒരു വീഴ്ചയാണ്. 6000 ചില്ലുവാനം വോട്ടിൽ നിന്നും നേരെ അതിൻ്റെ പകുതിയിലേക്ക് വോട്ട് കുറയുകയാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് നമ്മൾ നോക്കിയാൽ കാണാം അവിടെ UDFനുണ്ടായിരുന്ന വെറും 2893 വോട്ടുകൾ മാത്രമാണ്. പക്ഷേ BJPയുടെ പല ശക്തി കേന്ദ്രങ്ങളിലും ഇവിടെ ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലെങ്കിൽ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രസക്തിയോടുകൂടി ഓർക്കേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ വിജയം എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് തന്നെ കണക്ക് കൂട്ടാം. കാര്യം ഷാഫി പറമ്പിൽ കഴിഞ്ഞ് നേടിയ ഭൂരിപക്ഷത്തെക്കാൾ 5 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് ഉണ്ടായ തർക്കങ്ങളൊന്നും തന്നെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിച്ചിട്ടില്ല. വോട്ടിംഗ് ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ഭൂരിപക്ഷം വർദ്ധിക്കുക മാത്രമാണ് അവിടെ ചെയ്തത്. അവിടെ നിന്ന് പാർട്ടിയിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു പോയ ആരുടെയും അല്ലെങ്കിൽ അതൊന്നും പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് വരേണ്ട വോട്ടുകളെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കരുതാം. മൊത്തത്തിൽ ഉള്ള ഒരു വോട്ടിങ്ങിൽ ശതമാനത്തിൽ കുറവ് നേരിട്ടിട്ടുണ്ടെങ്കിലും പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ UDFലേക്ക് വന്നു ചേർന്ന വോട്ടുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൽ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുകൾ 5 ഇരട്ടിയിലേക്ക് അതെത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് LDF അവിടെ പെട്ടി വിവാദം കൊണ്ടുവന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിയിൽ ട്രോളി ബാഗിൽ പണം കടത്തുന്നു തുടങ്ങിയ വിവാദങ്ങൾ അവിടെ വന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ ശക്തമായൊരു ജനവികാരമുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു. അങ്ങനെ UDFനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ അവിടെ CPM നടത്തിയെങ്കിൽ പോലും അല്ലെങ്കിൽ LDF നടത്തിയെങ്കിൽ പോലും അതൊന്നും പക്ഷേ ഫലം കണ്ടില്ല. അതോടുകൂടി ഇപ്പോൾ ശക്തമായ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു MLA എന്നുള്ള നിലയിലേക്ക് ഇവിടെ വരികയും ചെയ്തു. പക്ഷേ ഭരണവിരുദ്ധ വികാരം എന്നൊരു കാര്യം അവിടെ അലയടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ശക്തമായ രീതിയിൽ അലയടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അവിടെ ഇടത് സ്ഥാനാർത്ഥിയായി മറ്റൊരാളെ നിർത്തിയിരുന്നെങ്കിൽ, ഈ സരിൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒഴിവാക്കിക്കൊണ്ട് ഇടത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മറ്റൊരാളെ ആയിരുന്നു ഇടതുപക്ഷം പരീക്ഷിച്ചിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ അധികം മെച്ചപ്പെട്ട രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. കാര്യം BJPയിലുണ്ടായ പടലപ്പിണക്കവും BJPയിലുണ്ടായ വോട്ട് ചോർച്ചയെയും ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു പോസിറ്റീവാക്കി CPMന് മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തെ വേണ്ട വിധത്തിൽ ഒരാൾ ഒരു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിയോജിച്ച് പ്രശ്നമുണ്ടാക്കി തിരിച്ചു വരുന്നു. അയാൾക്ക് പാർട്ടി ചിഹ്നം പോലും ഇല്ലാതെ ഒരു സ്റ്റെതസ്കോപ്പ് ചിഹ്നം നൽകി അദ്ദേഹത്തെ ഇടത് സ്വതന്ത്രനാക്കി മത്സരിപ്പിക്കുന്നു. അങ്ങനെ മത്സരിപ്പിച്ചപ്പോൾ PV അൻവറിൽ നിന്ന് അല്ലെങ്കിൽ PV അൻവറിനെ കൊണ്ട് നിലമ്പൂർ പിടിച്ചതുപോലെ പാലക്കാട് P സരിനെ കൊണ്ട് പിടിക്കാമെന്ന് കരുതിയ ഒരു വ്യാമോഹം ഉണ്ടായിരുന്നു. അത് വളരെയധികം തെറ്റായിപ്പോയി. അത് CPMനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ തീരുമാനം തന്നെയായിരുന്നു. കാര്യം അവിടെ ഒരു പാർട്ടിക്കാരി അല്ലെങ്കിൽ പാർട്ടിക്കാരൻ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ തന്നെ അവർക്ക് അവിടെ മത്സരിക്കാൻ കഴിയുമായിരുന്നു. ആ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാമായിരുന്നു. ഇവിടെ സ്റ്റെതസ്കോപ്പിലേക്ക് എത്തി. അപ്പോൾ പാർട്ടിക്കാരനായ ഒരാൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അപ്പോൾ ഒരു പാർട്ടി ചിഹ്നം കാണുമ്പോൾ സ്വാഭാവികമായും വോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ സരിൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സരിനെ ഉൾക്കൊള്ളാൻ പാലക്കാട് ഇടതുപക്ഷക്കാർക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. കാര്യം കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട്, കോൺഗ്രസിൽ അത്രയും കാലം നിന്നുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ തനിക്ക് സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ട്, തനിക്കൊരു സീറ്റ് പോലും നിഷേധിക്കപ്പെട്ടു എന്ന് കണ്ടുകൊണ്ട്
തിരിച്ച് പാർട്ടിയിലേക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ട് CPM-നെ ആശ്രയിക്കുകയും, കാര്യം നമ്മുടെ മുന്നിൽ നിലമ്പൂർ MLA ആയിരിക്കുന്ന PV അൻവർ ഉദാഹരണമായി തന്നെയുണ്ട്. അവിടെ പാർട്ടിയുടെ ടിക്കറ്റിൽ അല്ലെങ്കിൽ പാർട്ടി സ്വതന്ത്രനായി നിന്നുകൊണ്ട് PV അൻവർ അവിടെ ജയിക്കുകയും പാർട്ടിക്കെതിരായി തിരിയുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം നമ്മുടെ കൺമുമ്പിലുള്ള സമയത്താണ് P. സരിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പരീക്ഷിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചത്. അതിനെ പാർട്ടിക്കാർ അല്ലെങ്കിൽ അണികൾ അല്ലെങ്കിൽ അനുഭാവികൾ എത്രത്തോളം ഉൾക്കൊള്ളും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവിടെ ഇടതുപക്ഷത്തിന് കഴിയാതെ പോയതും ഇടതുപക്ഷത്തിൻ്റെ വീണ്ടും ഒരു 3-ാം സ്ഥാനത്തേക്കുള്ള യാത്രയ്ക്ക് കാരണമായി തീർന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അല്ലാത്ത പക്ഷം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജയം സത്യത്തിൽ ഏകപക്ഷീയമായ ഒരു ജയം തന്നെയാണ്. അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടപ്പിലാക്കിയ ഒരു വിജയം തന്നെയാണ്. അവിടെ പിണങ്ങി നിന്ന എല്ലാ നേതാക്കന്മാരെയും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് അല്ലെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥിയും പാർട്ടിയിലുണ്ടാക്കിയ ആ വിള്ളലിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പലപ്പോഴായി വിട്ടുനിന്ന പല നേതാക്കന്മാരെയും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ എത്തിക്കാൻ കഴിഞ്ഞതൊരു വലിയ നേട്ടമായി തന്നെ കരുതേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ കൊടിയ വീഴ്ചയായി തന്നെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വത്തെ കാണേണ്ടി വരും. BJP A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ അഹങ്കരിച്ചുകൊണ്ട് നടന്ന ആ മണ്ഡലത്തിൽ BJPക്ക് ഒരു വീഴ്ച, അല്ലെങ്കിൽ നഗരസഭയിൽ പോലും BJPക്ക് വീഴ്ചയുണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം BJPയിലുണ്ടായ വിള്ളൽ തന്നെയാണ്. അതോടൊപ്പം സന്ദീപ് വാര്യരോട് കാണിച്ച നെറികേടും അവിടെ BJPക്കാർ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് എവിടെയാണോ സന്ദീപ് വാര്യർ നിൽക്കുന്നത് അവിടേക്ക് വോട്ട് കൊടുക്കാൻ ഒരു വ്യക്തിപ്രഭാവം എന്നുകൂടി അവിടെ നമുക്ക് കാണേണ്ടി വരും.